ഗൈസ്, അപ്പോൾ നമ്മുടെ ഊട്ടി പാർട്ട് 4 ആണ് കേട്ടോ. ഊട്ടിത്തെ നമ്മുടെ രണ്ടാമത്തെ ദിവസം കേട്ടോ. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യും, നാളെയാണ് അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോണത്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഗൈസ്, ഇതാ നമ്മളിപ്പോൾ സ്വിഗ്ഗിയിൽ നിന്നാണ് കേട്ടോ ഫുഡ് ഓർഡർ ചെയ്തത്. 3-4 ഫുഡ് മിസ്സിങ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അത് പാപ്പ പറയുന്നു ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ആരെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കുന്നല്ല ആണ്, അതുകൊണ്ടാണ് അവരിങ്ങനെ ആക്കണത്. ഇങ്ങനെ 2-3 വലിയ വലിയ ഐറ്റംസ് ഒക്കെ മിസ്സിങ് ഉണ്ടായിരുന്നു. പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ ഗൈസ്. കംപ്ലൈൻറ്റ് കൊടുത്താണെങ്കിലും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ വർഷം ജിമ്മിൽ നിന്നാണ് അവസാനിപ്പിച്ചത് ഗൈസ്. നമ്മളിപ്പോൾ അത് ആ ജിമ്മിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ജിമ്മിൽ നിന്ന് നമ്മൾ ഫുഡ് ഇനി കഴിക്കാൻ പോകണം. ആ ജസ്റ്റ് ക്ലിപ്പൊന്ന് മാറിപ്പോയതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ ഒരിക്കലും മറക്കണ്ട കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാ ഞാൻ അർജൻ്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഒരു അമേസിങ് ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ ഗൈസ് ഊട്ടിയിലൊക്കെ ഉള്ളത്. അതും ഈ ഡെർബി ഗ്രീൻ നോക്കുമ്പോൾ അത് അത്യാവശ്യം ഡെർബി ഗ്രീൻ കൂട്ടത്തിലൊക്കെ ഇതിന് മുകളിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ബട്ട് എന്നാലും ഞാൻ കുറേ വേറെ റെസ്റ്റോറൻറ്റും ഹോട്ടൽസും റിസോർട്ടുകളൊക്കെ കണ്ടു കേട്ടോ ഗൈസ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ളതൊന്നും ഞാൻ കണ്ടില്ല. അതൊക്കെ വളരെ താഴെയായിരുന്നു കേട്ടോ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗൈസ്. ഇതാ ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പോവാം കേട്ടോ. ഇനി നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടി പോവാം കേട്ടോ. വെറുതെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശരിക്കും ഇറങ്ങിയതാണ് നമ്മൾ. അങ്ങനെ പിന്നെ ബോട്ടിങ് അങ്ങനെ പോകാൻ വേണ്ടി വെച്ചു കേട്ടോ ഗൈസ്. ശരിക്കും ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. വെറുതെ എങ്ങോട്ടെങ്കിലും പോവാന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ ബോട്ടിങ് മറ്റേ വഴിയുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് ഡേ 2 ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാ നമ്മളിനി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ വന്നത് നേരത്തെ വണ്ടിയൊക്കെ കാര്യങ്ങൾ നോക്കാനായിരുന്നു. അത് നമ്മൾ പറഞ്ഞിട്ട് പിന്നെ പാക്കിങ്ങും കാര്യങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടോ ഗൈസ്. നല്ല തണുപ്പാണ് കേട്ടോ ഊട്ടിയിൽ ഗൈസ്. രാവിലെ ഒന്നുമില്ലെങ്കിലും രാത്രി എന്ത് തണുപ്പാ. കോട നല്ല ഉണ്ട് കേട്ടോ ഗൈസ്. നിങ്ങൾ വിചാരിച്ച പോലെയല്ല, മൂക്കൊക്കെ ഇങ്ങനെ കിടുകിടാന്ന് വിറയ്ക്കുന്നുണ്ടോ ഗൈസ്. അങ്ങനെ നമ്മളിതാ നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണം കേട്ടോ ഗൈസ്. നമ്മൾ വരുന്ന വഴിയിൽ ഇതാ ST ബോയ്സ് സ്കൂളൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ കുറേ നമ്മൾ സ്കൂളുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ ഗൈസ്. നമ്മൾ ഇതുപോലെ ഇതാ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ ഗൈസ്. ഇതിപ്പോൾ എഡിറ്റ് ചെയ്ത് 1 മാസം കഴിഞ്ഞു കേട്ടോ ഗൈസ്. നമ്മൾ ഓരോരോ ആഴ്ചയിലും കാര്യങ്ങളിലൊക്കെ ഇടുന്നത് ഗൈസ് എന്നൊരു ഗോളിലാണ് 1K അടിക്കണം എന്നിട്ട് ഇടാന്നുള്ളൊരു ഇതിലായിരുന്നു കേട്ടോ ഗൈസ്. നമ്മളിതാ അവിടെ മറ്റേ ഹോഴ്സ് റൈഡിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാര്യങ്ങൾ. ഇതിൽ ഞാൻ ഇരിക്കണമെന്ന് ഫസ്റ്റ് വിചാരിച്ചു. അതൊക്കെ നമ്മൾ വീഡിയോയിൽ വരുമ്പോൾ പറയാട്ടോ. ഹോഴ്സ് വേണമെന്ന് ഞാൻ അപ്പം തന്നെ പപ്പ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു ഗൈസ്. പിന്നെ അതൊക്കെ നമുക്ക് ഇനി നമ്മളിപ്പോൾ ഇതിവിടെ ബോട്ടിങ് ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടി വന്നു കേട്ടോ ഗൈസ്. നമ്മൾ വന്ന് കുറച്ച് നേരമൊക്കെ ഇവിടെ ഇങ്ങനെ കണ്ടു കേട്ടോ. കുറേ വഴികളുണ്ട് ഇവിടെ ഗൈസ്. നമ്മളപ്പോൾ ഈ സൈഡിലേക്കും കൂടി വഴികളൊക്കെ കണ്ടാൽ നോക്കും. ഹോട്ടൽ ലേക്ക് വ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വന്നു കേട്ടോ ഗൈസ്. നമ്മൾ നാളെ ഇനി കുറേ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. നാളെയും ഇനി പാർട്ട് 5ഉം പാർട്ട് 6ഉം കൂടി ഉണ്ടാവും കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഊട്ടി സീരീസ് അങ്ങനെ എൻഡ് ആവാൻ പോവാണ് ഗൈസ്. ഇപ്പോൾ പാർട്ട് 4 എത്തിയിട്ടോ ഗൈസ്. പാർട്ട് 1, 2, 3 ഒക്കെ കാണണം ഗൈസ്. കുറേ വ്യൂകൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്ന് പോയ കുറേ ഹോട്ടലൊക്കെ ഞാൻ പറഞ്ഞല്ലോ മൊത്തം 3 വട്ടം ഊട്ടി പോയിട്ടുണ്ടെന്ന്. അന്ന് പോയ ഹോട്ടലായിരുന്നു ഒന്ന് ഇത് കേട്ടോ ഗൈസ്. അങ്ങനെ കുറേ ഹോട്ടൽ ഇവിടെയൊക്കെ നല്ല കോടയായിരുന്നു കേട്ടോ ഗൈസ്. കോട എന്നൊക്കെ പറഞ്ഞാൽ തണുത്ത് വിറയ്ക്കുണ്ടോ നമ്മൾ ഗൈസ്. ഇവിടെ നിന്നൊക്കെ ഇറങ്ങിയാൽ കാണുമ്പോൾ തന്നെ നല്ല കോടയായിരുന്നു കേട്ടോ. ആൾക്കാരൊക്കെ ജാക്കറ്റ് ഇട്ടിട്ട് ഇതിലാണ് കേട്ടോ ഗൈസ് ഉമ്മയും പപ്പയൊക്കെ അന്ന് നിന്നത് ഗൈസ്. ഇത് അതിഥി വില്ല എന്ന് പറഞ്ഞ ഈ ഒരു റിസോർട്ടിൽ ഗൈസ്. അത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ആ ഒരു വ്യൂവും കൂടി കണ്ടിട്ട് ഇതിലോട്ട് കയറാനായിരുന്നു കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇതിലോട്ട്. ഇപ്പോൾ അതാ നമ്മൾ എവിടെയാന്നുള്ള പേര് മറന്നു പോയിട്ടോ ഗൈസ്. ഗൈസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഓക്കെ ഗൈസ്. ഇതാ ഇപ്പോൾ അർജു ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ അപ്പോഴേക്കും ഇങ്ങനെ തണുത്തിട്ട് ഓടിയിട്ടോ ഗൈസ്. ആ സമയത്ത് മഴയായിരുന്നു ഗൈസ്. നമ്മൾ പോയിട്ടൊരു 1/2 മണിക്കൂർ ബോട്ട് നിർത്തി വെച്ചിട്ടോ ഗൈസ്. ഇങ്ങനെ കുറേ നേരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ചെറിയ മഴ, അത് പറഞ്ഞാൽ ഒരു
ചെറിയ മഴ, എന്തോ ഒരു കാർ, ഓ ഗൈസ് ഞാൻ അതും വിട്ടു, ചാരൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചാർമറയായിരുന്നു അത് ഗൈസ്. പിന്നെ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയിട്ടോ ഗൈസ്. തിരിച്ചു വരണമെങ്കിൽ വേറൊരു വഴിയുണ്ട് കേട്ടോ ഗൈസ്. ഗൈസ് ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഗൈസ്. ഇതിൽ ഫസ്റ്റ് സ്പീഡ് ബോട്ടൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞത്, പിന്നെ മറ്റേ ബോട്ട് പോവാന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ പോണ സമയത്താണ് നിർത്തിവെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഈ ക്ലിപ്പൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. നല്ല രസമായിരുന്നു കേട്ടോ, ആ കോടകൾ ഇങ്ങനെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ കാണുമ്പോൾ ഒരു രസമായിരുന്നു കേട്ടോ ഗൈസ്. ശരിക്കും പറയാലോ, ദാറ്റ് വാസ് അമേസിങ് ഗൈസ്. അപ്പോൾ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത രസമായിരുന്നു കേട്ടോ ഗൈസ്, ഒരു ഫീലാണ്. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഹോട്ട് ചോക്ലേറ്റും വേഫറും കാര്യങ്ങളും ചെയ്തു കേട്ടോ ഗൈസ്. അതിന് വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, കേക്ക് കാര്യങ്ങൾ. വേഫർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇതായിട്ട് തോന്നി, അപ്പോൾ അത് എടുത്തു കേട്ടോ ഗൈസ്. ഇവിടെ ഗൈസ് കുറേ കടകളുണ്ട് കേട്ടോ. അല്ല, ഇത് മെയിനായിട്ട് കടയാണ്. പിന്നെ അത് അങ്ങനെ ഐസ്ക്രീമൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടോ. ഇവർ അന്നേ ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അർസാനിക്കൊക്കെ വേണ്ടി വാങ്ങിയിട്ടോ. അർസാൻ മെയിനായിട്ട് കഴിച്ചൊന്നുമില്ല ഗൈസ്. പിന്നെ ഇടയിൽ നമുക്ക് ഈ ഒരു ക്ലിപ്പ് ഇതായി ഉണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ആ മറ്റേ ഒരു സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഒരു ചോക്ലേറ്റ് ഒക്കെ ഒഴിച്ച് തരും. ഞാൻ വിചാരിച്ചു നമുക്കായിട്ട് എടുക്കാൻ പറ്റുന്നു, പിന്നെ പറയണത് നമുക്കായിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് ഗൈസ്. ബട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു ഇത് ഗൈസ്. ഗൈസ് ദാ സൈഡ് എല്ലാം കാര്യങ്ങളും ഗൈസ്. ദാ ഇപ്പോൾ നമ്മളിവിടെ വെറുതെ അങ്ങനെ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. ബോട്ട് ഇതാ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ പിന്നെയും തുടങ്ങാൻ പോവാം കേട്ടോ ഗൈസ്. ഇതിപ്പോൾ ബോട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ ഗൈസ്. ഫസ്റ്റ് മഴ പെയ്ത് തന്നെ ബോട്ടുകൾ നിർത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്, കാരണം അവിടെ ബോട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാ ഇപ്പോൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഗൈസ്. ഞാൻ വിചാരിച്ചാൽ ഇത് വലുതായിട്ടൊന്നും പോകണില്ല കേട്ടോ ഗൈസ്, ഒന്ന് ജസ്റ്റ് റൗണ്ട് അടിക്കണുള്ളൂ. പിന്നെ സ്പീഡ് ബോട്ട് നല്ല അറ്റത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ അപ്പോൾ പറഞ്ഞു ഇതൊക്കെ എന്തിനാന്ന് പറഞ്ഞു. പിന്നെയും വലിയൊരു ഇതൊന്നും ഇല്ല കേട്ടോ ബോട്ടിങ് എന്ന് പറയുമ്പോൾ. ബിക്കോസ് ഗൈസ് നമ്മൾ വേറെ കാര്യങ്ങളിലൊക്കെ പിടിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. പിന്നെ നമ്മൾ വേറെ നെക്സ്റ്റ് ലെവൽ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ലൈഫ് ടൈം തന്നെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇറ്റ് വാസ് അമേസിങ് ഗൈസ്. ഞാൻ തണുത്തിട്ട് അവിടെ വിറച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഗൈസ്. ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് ഗൈസ്. ഗൈസ് ശരിക്കും പറഞ്ഞാൽ കിട്ടുകിട്ടാന്ന് വിറയ്ക്കും. അത് ഇങ്ങനത്തെ ഒക്കെ സ്ഥലത്ത് ഗൈസ് നല്ല തണുപ്പാണ് ഗൈസ്, വിചാരിച്ച പോലെ അല്ല കേട്ടോ ഗൈസ്. ഇങ്ങനെ ഇരിക്കും ഗൈസ് അവിടെ കാറ്റ് വരുന്നത് ഗൈസ്. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ബോട്ടുകളും സ്പീഡ് ബോട്ടുകളൊക്കെ കുറച്ച് അധികം ബോട്ടോ ഗൈസ്. ഇതാ ഉമ്മ അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തുള്ളൊരു പാർക്ക് എന്നൊക്കെ വേണമെങ്കിൽ എന്തായാലും പറയാം, ഫാൻറ്റസി പാർക്കിലുള്ള ഒരു സംഭവമില്ലേ, ഫാൻറ്റസി പാർക്കല്ല ഗൈസ്, ലുലു മാളിൽ, അതും മറന്നു ഗൈസ്, ഓർമ്മയില്ല. അയ്യോ, ഇതൊക്കെ ഇടയ്ക്ക് ഓർമ്മയുണ്ടാവും ഗൈസ്. ഈ വീഡിയോ എടുക്കാൻ നമ്മളത് പറയണം എന്ന് വരുമ്പോൾ അത് വരില്ല കേട്ടോ ഗൈസ്. ഞാൻ അവിടെ വന്നത് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ ഗൈസ്, ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമുക്കിങ്ങനെ ഇവിടെ കുറേ കാര്യങ്ങൾ അവിടെയൊക്കെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. ബട്ട് ആരുമില്ല ഗൈസ്, വെറുതെ ഓട്ടിയായിരുന്നു കേട്ടോ ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. ബട്ട് ലുലു മാളിൽ, പാലക്കാട് ലുലു മാളിലുള്ളതിനെക്കാട്ടിലും ഉണ്ട് കേട്ടോ അവിടെ അത്യാവശ്യം. ദാറ്റ് മീൻസ് പാലക്കാട് ലുലു മാൾ പോരാ, ഒട്ടും പോരാ. യെസ്, അത് വളരെ കുറച്ചുള്ളൂ കേട്ടോ. പിന്നെ ഒരു എക്സ്പാൻഡ് ചെയ്യണ്ടായിരുന്നു, എന്നിട്ടും ഇതിൻ്റെ പകുതി എന്നാലും നമുക്ക് ഫീൽ ചെയ്യില്ല. ചിലപ്പോൾ ഇനി സൈസ് വെച്ചിട്ട് പകുതിൻ്റെ മുകളിലുണ്ടെങ്കിലും അത് കാണുമ്പോൾ ഫീൽ ചെയ്യണ്ട ഗൈസ്. ഇതാ ഇവിടെ കുറേ വാച്ചുകളും കാര്യങ്ങളുടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്താ സംഭവം എന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ലേ. ABC 1 2 3 എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ വെറുതെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ ഗൈസ്. ബട്ട് ഇവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കേട്ടോ ഗൈസ്. പിന്നെ ഇത് ചെയ്താലോ എന്ന് വിചാരിച്ചു. പപ്പ പറഞ്ഞു ഹോർസിങ് ഉണ്ടായിരുന്നല്ലോ, കുതിര ഓട്ടം, കുതിര ഓട്ടത്തിലും ആണെങ്കിൽ പോവായിരുന്നു. ഇവിടെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്, ജുറാസിക് പാർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞു പപ്പ പറഞ്ഞു ഏതെങ്കിലും ഒന്നാ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഹോഴ്സിൻ്റെ മുകളിൽ ഇതുവരെ ഇരുന്നിട്ട് പോയിട്ടില്ല. അപ്പോൾ കുതിര ഓട്ടം തന്നെ മതിയെന്ന് ഇവിടെ നിന്ന് തീരുമാനിച്ചു. എനിക്ക് ശരിക്കും ഇത് ഇങ്ങനത്തെ ഈ ചെറിയ കാര്യങ്ങളല്ല, ജുറാസിക് പാർക്കും ഫൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്.
അതിലൊക്കെ കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ ഗൈസ്. സത്യം പറഞ്ഞാൽ ഇത് അർജു പിന്നെ ഇവിടെ ഇത് കളിക്കണം ഇവിടെ ഇത് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ വാശി പിടിച്ചുട്ടോ ഗൈസ്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ മറ്റേ കളിയൊക്കെ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു, ഇത് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ല കേട്ടോ ഗൈസ്. ഇത് പറഞ്ഞാൽ പോരാ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ബട്ട് ഇതൊക്കെ നന്നുണ്ട്. ബട്ട് ആരും ഇല്ല കേട്ടോ, ഒറ്റയ്ക്ക് ഇട്ട് ഓട്ട് ചെയ്യുന്നു ഗൈസ്. ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കുക ഗൈസ്. ഫോട്ടോ എടുക്കാനുള്ള ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഗൈസ് നമ്മളപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ഒരുപാട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഗൈസ്. ശരിക്കും പറഞ്ഞാൽ നല്ല രസമൊക്കെയാണ് ഗൈസ്, നല്ല കാറ്റൊക്കെ ഇങ്ങനെ അടിക്കും കേട്ടോ. ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഓടി വരികയാണ് കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളിപ്പോൾ അവിടെ കുറേ പേര് ഫോട്ടോ എടുക്കണ്ടായിരുന്നു. പപ്പയും ഉമ്മയും ഞാനൊക്കെ എടുത്തു കേട്ടോ അതിൽ ഗൈസ്. ഗൈസ് അവിടെ തണുത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. പിന്നെ ഇതാ ഇവിടെ കുറേ കാര്യം, ഇത് വലിയൊരു സ്ഥലം കേട്ടോ, വളരെ വലിയൊരു സ്ഥലം എന്നൊക്കെ പറയാം. 1 ഏക്കറിനും 2 ഏക്കറിൻ്റെ ഒക്കെ മുകളിലുണ്ട്, അതിൻ്റെ മുകളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഏക്കർ എത്രയാണെന്നൊന്നും അറിയില്ല നേരമാണ്, ബട്ട് ഫാമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല വലുതാണ്. എനിക്ക് തോന്നുന്നു ഒരു 5 ഏക്കറിൻ്റെ ഒക്കെ മുകളിലുണ്ട് ഉറപ്പാണ് ഗൈസ്. എനിക്ക് അങ്ങനെ തോന്നുന്നു അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അത് 10 ഏക്കർ ആയിരുന്നു ഗൈസ്. പിന്നെ ഇവിടെ കുറേ ഇഷ്ടം പഠിക്ക് ഷോപ്പ് ഉണ്ട് കേട്ടോ ഗൈസ്. അതാണല്ലോ ഇതിൻ്റെ മെയിൻ ഗൈസ്. നമ്മൾ ചിലവിടെയൊക്കെ മാത്രം സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. കാരണം നമ്മൾ അത്രയും സ്ലോ ആയിട്ടാണ് കേട്ടോ എടുത്തത്. ഇവിടെ കുറേ ഷോപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അതിൽ എന്നെ അട്രാക്ട് ചെയ്തത് ഒന്നുണ്ട്, അത് ഞാൻ എക്സ്പീരിയൻസും ചെയ്തു കേട്ടോ. കുറച്ച് വാശി പിടിക്കേണ്ടതെന്നുള്ളൂ. നമ്മൾ ഇവിടെ നേരെ കാണുന്ന ഇതിലായിരുന്നു ഞാൻ വാശി പിടിച്ചത്. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ സ്പീഡ് കൂട്ടിയതുണ്ടോ അല്ലെങ്കിൽ VR ഗൈസ്, ഇതിന് ഞാൻ വാശി നല്ല പിടിച്ചു കേട്ടോ ഗൈസ്. എനിക്കിത് വേണം, എനിക്ക് ഹോഴ്സ് റൈഡിങ് ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വളരെ വാശി പിടിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായി കേട്ടോ ഗൈസ്. വാശി പിടിക്കൽ എൻ്റെ ഇതിലൊന്നാണ്, അതിപ്പോൾ വലിയ കാര്യമില്ല ഗൈസ്. ചായവാല അങ്ങനെ കുറേ ഷോപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ ഫസ്റ്റ് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു, ഹോഴ്സ് റൈഡിങ് ആണ് നല്ലത്, ഇതൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞു കേട്ടോ ഗൈസ്. അതന്നെ ഞാൻ പപ്പാനെ കൊണ്ട് തിരിച്ചെടുപ്പിക്കുന്നുണ്ട് ഗൈസ്. പപ്പയിൽ ഇരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ വാട്ട് ഈസ് ഗോണ ഹാപ്പൻ ഗൈസ്. അത് VR ആണ്, എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസിങ് ആയിരുന്നു കേട്ടോ ഗൈസ്. ബട്ട് അതിൽ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നു ഗൈസ്. അതാണ് എനിക്കൊരു ഇതായത് കേട്ടോ ഗൈസ്. ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു ഇതൊന്നുമല്ല, എന്നാലും കൈൻഡാന്നൊക്കെ പറയാം ഗൈസ്. ഇവിടെ ഹോസ് ഇവിടെ കേട്ടോ. ഇത് ഒരു ഫുൾ റൗണ്ട് ഞാൻ 250 രൂപയോ 300 രൂപയോ അങ്ങനെ എന്തോ ആണ്. ജസ്റ്റ് ഈ ഒരു ഒരു വട്ടം ചുറ്റും കേട്ടോ ഗൈസ്. ശരിക്കും പറഞ്ഞത് എനിക്ക് ഒട്ടും ലാഭമായിട്ട് തോന്നിയില്ല. പിന്നെ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് മൊത്തം അങ്ങോട്ട് 3-4 വട്ടമൊക്കെ ചുറ്റണം. ഇത് മൊത്തം അവർ പറഞ്ഞ ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ മാത്രം ഒരു വട്ടം ചുറ്റുക എന്ന് പറഞ്ഞ്. പിന്നെ ഗൈസ് നമ്മളിവിടെ നിന്ന് പറഞ്ഞോട്ടെ, ഞാൻ അപ്പോഴും വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിടിച്ചാൽ നമ്മൾ വിടാൻ പാടില്ലല്ലോ. അപ്പോൾ അർജുക്കൊക്കെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ആകെ വാശി പിടിച്ച് പിന്നെ എനിക്ക് പോയാൽ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുഖം ചുളുക്കിയിരുന്നു. അപ്പോൾ പപ്പാക്ക് പിന്നെ ദേഷ്യമൊക്കെ വന്നു, എന്നാലും ഒന്നും പറയുകയൊന്നും ചെയ്തില്ല കേട്ടോ ഗൈസ്. പിന്നെ പപ്പ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് പ്രൈസ് ചോദിക്കാനൊക്കെ എനിക്കൊരു മടിയായിരുന്നു ഗൈസ്. പിന്നെ അതൊക്കെ നമ്മൾ ചോദിച്ചു. അർജു പിന്നെ അതും കൊണ്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ബട്ട് ആ ഒരൊറ്റ ദിവസം പകുതിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വന്നു കേട്ടോ ഗൈസ്. എത്രയാണ്, ഒരാൾക്കായിട്ട് ഇരിക്കാൻ പറ്റുമോ 2 ആൾക്കായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ. അപ്പോൾ നമ്മളെടുത്ത സാധനം കുറച്ചും കൂടി പ്രീമിയം ആയിരുന്നു ആണെന്നാണ് അവർ പറയണത് ഗൈസ്. എനിക്ക് റേറ്റ് മറന്നു പോയിട്ടോ ഗൈസ്. 5 മിനിറ്റിൻ്റെ മുകളിലാണ് ഡ്യൂറേഷൻ കേട്ടോ. ഡ്യൂറേഷൻ ശരിക്കും 5 മിനിറ്റിൻ്റെ മുകളിലല്ല. വീഡിയോ എടുത്തുകൊണ്ട് അത് മാത്രമായിട്ട് സെപ്പറേറ്റ് ഉള്ള ഒരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ ഗൈസ്. അതിൽ നമ്മൾ എഡിറ്റിംഗ് ഒന്നും ഇല്ല കേട്ടോ ഗൈസ്. പിന്നെ ഇവിടത്തെ നമ്മൾ കുറേ എന്തൊക്കെയോ അങ്ങനെ നോക്കണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ വെറുതെ കൂടെ നിന്നു, എനിക്ക് വലിയ കാര്യം നോക്കിയില്ല, വെറുതെ കണ്ടു അപ്പോൾ മേടിച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ VR ഗൈസ് പോവാൻ പോട്ടെ. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഗൈസ്. ഞാൻ ഒരാൾക്ക് 250 അങ്ങനെ എന്തോ ആണ് ഗൈസ്. 250 ആണെന്ന് എൻ്റെ ഒരു ഇത് ഗൈസ്. ഞാൻ പറഞ്ഞ 1 മാസം ഇന്ന് ഗൈസ് ബെൽറ്റൊക്കെ ഇട്ടു. ഇത് പറഞ്ഞാൽ ആ VR ഹെഡ്സെറ്റ് ഉണ്ടല്ലോ, അതെനിക്ക് ഇടാൻ പറ്റിയില്ല ഗൈസ്. ശരിക്കും പറഞ്ഞല്ലേ നമ്മൾ
എടുത്താണ് നല്ലത്. കാരണം അത് പ്രീമിയം മാത്രമല്ല, അതിൽ ബട്ടൺസും കാര്യങ്ങളും. അത് പറഞ്ഞാൽ ഒരു ഒറ്റ ബട്ടൺ ആണെങ്കിലും ഫയർ ചെയ്യണ ഒരു ബട്ടൺ ഇട്ടിട്ടോ ഗൈസ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഫേസിന് അത് ചെറുതാണല്ലോ, എൻ്റെ ഫേസ് ചെറുതാണല്ലോ. ഇത് ശരിക്കും അഡൾട്ടിനാണോ എന്നൊക്കെ ചോദിച്ചാൽ അല്ല, എല്ലാവർക്കും ഇരിക്കാം. എന്നാലും ഒരു ഹെഡ്സെറ്റ് വലുതായിരുന്നു കേട്ടോ ഗൈസ്. എനിക്ക് ഒട്ടും ഇതെങ്ങനെ അങ്ങനെ ഊരി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറയുന്നുണ്ട്, ബട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നില്ല. അവരൊന്നും റിപ്ലൈ ഒന്നും തന്നില്ല കേട്ടോ ഗൈസ്. അങ്ങനെ ഫുൾ എക്സ്പീരിയൻസ് ആ ഒരു ബെൽറ്റും കാര്യം അത് അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. അതുകൊണ്ട് അത് വേറെ ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ കേട്ടോ ഗൈസ്. അതെനിക്ക് ഒട്ടും മറക്കാൻ പറ്റില്ല. അമ്മാതിരി ലെവൽ ഐറ്റം ആയിരുന്നു. പിന്നെ അതാ ഗൈസ് നമ്മൾ രാത്രി ഇവിടെ നിന്ന് ഫുഡ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഫുഡ് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിക്കാൻ വന്നു ഗൈസ്. ഇവിടുന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ തന്നെ ഷോപ്പ് എന്തോ മറ്റേ ജാക്കറ്റ്സിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ ഗൈസ്. അത് കാരണം അത് മിക്കവർക്കും വേണ്ട വരും ഗൈസ്. ഇതിപ്പോൾ നമ്മൾ ഡിസംബറിലൊന്നും ഇല്ല കേട്ടോ പോയത്, എന്നിട്ടേ ഇത്ര തണുപ്പ്. അപ്പം ഡിസംബറിലൊക്കെ പോയ തണുത്ത് വിറയ്ക്കുമായിരിക്കും ഗൈസ്. അറുത് തണുക്കണു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഗൈസ്. പിന്നെ ഇതാ നമ്മൾ അവിടെ നിന്ന് ഫുഡ് അങ്ങനെ മേടിച്ച് കഴിച്ചു കേട്ടോ ഗൈസ്. പിന്നെ വരുന്ന വഴി എന്തോ ഒരു ചെസ് കണ്ടു. പിന്നെ അത് അങ്ങനെ കളിക്കാൻ തുടങ്ങിയിട്ടോ ഗൈസ്. വെറുതെ കളിക്കാനൊന്നും അർച്ച എനിക്ക് അറിയില്ല, എന്നാലും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ട് വെച്ചു കേട്ടോ ഗൈസ്. ഓയിൽ 2-3 പൊട്ടിയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇനി പാർട്ട് 5 പാർട്ട് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ബൈ.